മനോഹരമാണ് നമ്മുടെ തലസ്ഥാന നഗരം. ചരിത്ര സ്മാരകങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ, നാനാ ദേശക്കാരും ഭാഷക്കാരുമായ ആയിരങ്ങൾ. അവസരങ്ങൾ ഏറെയുള്ള ഈ നഗരത്തിലേക്ക് എന്നെപ്പോലെ നിരവധി വിദ്യാർത്ഥികൾ നിത്യേന എത്തുന്നു. എന്നാൽ സുരക്ഷയെക്കുറിച്ചുള്ള ഭീതി നിറഞ്ഞതാണ് ഞങ്ങളുടെ ഓരോ യാത്രയും. ബസ്സിൽ, റെയിൽവേ സ്റ്റേഷനിൽ, പൊതുനിരത്തിൽ, എല്ലായിടത്തും. സന്ധ്യ മയങ്ങിയാൽ പുറത്തിറങ്ങാനാവാത്ത സ്ഥിതി. അടുത്തിടെയാണ് ഇവിടെ ടാക്സി കാറിൽ യുവതി പീഡിപ്പിക്കപ്പെട്ടത്. ഈ സംഭവം ഞങ്ങളിലുണ്ടാക്കിയ നടുക്കം ചെറുതല്ല. ഞങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയുമായി നാട്ടിൽ കഴിയുന്ന രക്ഷിതാക്കൾ. നിർഭയ കൊല്ലപ്പെട്ട് 2 വർഷം പൂർത്തിയായിട്ടും സാഹചര്യത്തിൽ ഒരു മാറ്റവും വരാത്തതിൽ ഞങ്ങൾക്കുള്ള വേദന പറഞ്ഞറിയിക്കാനാവില്ല. ആ ഇൻസിഡന്റ് നടക്കുന്ന സമയങ്ങളിൽ ഉണ്ടാവുന്ന ഒരു ബഹളം അല്ലാതെ അത് കഴിഞ്ഞ് ഒരു തരത്തിലുള്ള വ്യത്യാസവും നമുക്ക് തോന്നുന്നില്ല. സ്ത്രീ സുരക്ഷയ്ക്കായി പല പദ്ധതികളും പ്രഖ്യാപിച്ചതായി കേട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇവ ഒരു മാറ്റവും സൃഷ്ടിക്കുന്നില്ല. പ്രധാന കേന്ദ്രങ്ങളിൽ CCTV ക്യാമറ, വാഹനങ്ങളിൽ GPS സൗകര്യം, പോലീസ് സാന്നിധ്യം തുടങ്ങി അടിസ്ഥാന കാര്യങ്ങളിൽ പോലും അലംഭാവം തുടരുകയാണ്. നമ്മൾ ഓരോ ഭാരതീയരുടെയും അഭിമാനമാണ് തലസ്ഥാന നഗരമായ ഈ ഡൽഹി. എന്നാൽ ഈ അഭിമാനത്തിന് കളങ്കം ചാർത്തുന്ന സംഭവങ്ങളാണ് നിത്യേന എന്നോണം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിർഭയയുടെ 2ാം വാർഷികമായ ഈ സന്ദർഭത്തിലെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണം. മാതൃഭൂമി ന്യൂസിനു വേണ്ടി ഡൽഹിയിൽ നിന്നും അവനി.